ഹായ് കൂട്ടുകാരെ, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. ഇതിനുവേണ്ടി ഒരു അരക്കപ്പ് വെള്ളത്തിൽ 2 അച്ച് ശർക്കര നമുക്ക് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചെറുവിയതെടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞ് നമുക്ക് പാലെടുക്കാം. ഇനി ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം, ജീരകപ്പൊടി ചേർക്കാം, നെയ്യ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ ശർക്കര പാനിയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലും ശർക്കര പാനിയൊക്കെ കുറേശ്ശെ ഒഴിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 കപ്പ് തേങ്ങാപ്പാലും ഒരു 1/2 കപ്പ് ശർക്കര പാനിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്മയം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മിക്സ് ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.